ഏറ്റവും സന്തോഷമുള്ളൊരു പ്രഭാതമാണിത്. ഇത് മാലിന്യത്തിൻ്റെ കാളിയൻ താമസിച്ചിരുന്ന ഒരു തോട്. ആ തോട്ടിൽ മുത്തുമണി പളുങ്ക് വെള്ളം ഒഴുകുകയാണ്. DYFI പ്രവർത്തകർ, അവരുടെ യൂത്ത് ബ്രിഗേഡ് വളരെ ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. 2-3 ദിവസത്തോടെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാര്യം ഒരു ചെറുപ്പക്കാരൻ തന്നെ അയാളുടെ ബന്ധുക്കളായിട്ട് 4-5 പേരെ അടിച്ചു കൊല്ലുന്നു, ചുറ്റിക്കരിച്ച് കൊല്ലുന്നു. കുറേ കുട്ടികൾ ചേർന്ന് കൂടെ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ക്രൂരമായി പൈശാചികമായി കൊലപ്പെടുത്തുന്നു. അയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചെന്ന് ഒരു കുട്ടി പറയുന്നു. കുട്ടികളായാൽ കൊല ചെയ്താൽ ശിക്ഷിക്കപ്പെടത്തില്ല എന്ന് അവർ പറയുന്നു. അപ്പം ഈ രീതിയിലൊക്കെ നമ്മൾ ചെറുപ്പം എങ്ങോട്ട് പോകുന്നു ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നൊരു ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. ആ വിഷമത്തിനൊരു വലിയ പരിഹാരമാണ് വാസ്തവം ഞാൻ കാണുന്ന ഈ കാഴ്ചകൾ. അങ്ങനെയൊന്നും അല്ല കേരളത്തിൻ്റെ ചെറുപ്പം. ഈ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പ്രകൃതിയെ ശുദ്ധമാക്കി സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ചെറുപ്പത്തിനുണ്ടെന്ന് കാണിക്കുന്നൊരു പ്രവർത്തനമാണ് ഇത്. കേരളത്തിലെ DYFI എല്ലാ ജില്ലകളിലും കണ്ണൂർ തൊട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പലയിടത്തും ഇതുപോലെയുള്ള മാലിന്യം നിറഞ്ഞ തോടുകൾ, ജലസ്രോതസ്സുകൾ, നീരുറവകൾ ഇതെല്ലാം അവർ വൃത്തിയാക്കുന്നുണ്ട്. ഒരുപാട് ഇടതുപക്ഷ യുവജന സംഘങ്ങളൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപൃതരാകുന്നുമുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പം ഇങ്ങനെയാണ് ഉജ്ജ്വലിച്ച് ഉണരേണ്ടത്. അല്ലാതെ മയക്കുമരുന്നിൻ്റെ അടിമയായിട്ടോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തിൽപ്പെട്ടായിട്ടോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കാനോ ഒന്നും കാണുന്നതിന് പകരം നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവഴി നമ്മുടെ മനസ്സും ശുചീകരിക്കപ്പെടും. മനസ്സ് ശുദ്ധമാകും, പ്രകൃതി ശുദ്ധമാകും, ആളുകളുടെ ഇടപെടൽ നന്നായിട്ടുണ്ടാകും, സൗഹൃദം ശക്തമാകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ലക്ഷ്യങ്ങളാണ് ഇവിടെ പ്രാവർത്തികം സഫലമായിക്കൊണ്ടേ ഇരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് കാണുന്നത്. പ്രസംഗത്തിൽ അങ്ങ് സൂചിപ്പിച്ചിരുന്നു പാരസ്പര്യത്തിൻ്റെ ഒരു കാഴ്ചയാണ് അല്ലേ, ഒരു കവിതയും ചൊല്ലിയിരുന്നു. പാരസ്പര്യത്തെക്കുറിച്ചൊരു നാടൻപാട്ടാണത്. മരവും മനുഷ്യനും, ഇലയും മരവും, കിളിയും മരവും. അതിൻ്റെ ചില വരികൾ ഇങ്ങനെയാണ്: മണ്ണേ നമ്പി മരമിരിക്ക് ഐലസ, മരത്തെ നമ്പി കൊമ്പിരിക്ക് ഐലസ, കൊമ്പേ നമ്പി ഇലയിരിക്ക് ഐലസ, ഇലയെ നമ്പി കായിരിക്ക് ഐലസ, കായെ നമ്പി കനിയിരിക്ക് ഐലസ, കനിയെ നമ്പി കിളിയിരിക്ക് ഐലസ, കിളിയെ നമ്പി നാനിരിക്ക് ഐലസ, എന്നെ നമ്പി മണ്ണിരിക്ക് ഐലസ. മണ്ണും മരവും കിളിയും പൂവും മൊട്ടും ഇലയും കൊമ്പും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ ഇവയോടെല്ലാം ബന്ധപ്പെട്ടതാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടുന്നത്, പ്രകൃതിയുമായിട്ട് സമരസപ്പെട്ട് പ്രകൃതിയുടെ സത്ഫലങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ ജലസേചനം എന്ന കവിതയിലൂടെ പോലും നമുക്ക് പകർന്നു തന്നിട്ടുള്ള പാഠം. അങ്ങ് ഇഷ്ടംപൊടി കായൽ എന്ന പാട്ട് എഴുതിയതാണ്, കവിത എഴുതിയതാണ്. കായലും ഒക്കെ തന്നെ മലിനമാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. അതെ, അത് വലിയ ദുഃഖിപ്പിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അഷ്ടമുടിക്കാലിനെ ആ രീതിയിൽ കാണാനേ ഇഷ്ടപ്പെടുന്നില്ല. അഷ്ടമുടിക്കാലിൽ എപ്പോഴും സൗന്ദര്യമുള്ള ഒരു അമ്മയായിട്ടോ കാമുകിയായിട്ടോ ആണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ കവിത എഴുതിയിട്ടുള്ളത്. മുടിയെട്ടും കോർത്തു കെട്ടി വിരൽ 100 കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള്, എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്.